അങ്ങനെ ഇന്നാണ് കേട്ടോ എൻ്റെ കല്യാണ തലേ ദിവസം. ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോഴത്തേനും നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഞാനാണെങ്കിൽ കുളിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വേഗം പോയി കുളിച്ച് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. കുറേ പാടുപെട്ടിട്ടാണ് നമ്മൾ ലെൻസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഈ ഒരു സംഭവം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നേ. എൻ്റെ കല്യാണത്തിന് വേണ്ടി കൊല്ലത്തുനിന്ന് വന്നൊരു ഫ്രണ്ട് ഉണ്ട്, അമീന. അങ്ങനെ അവളെ കണ്ട് കുറേ കെട്ടിപ്പിടുത്തം വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇതെൻ്റെ ക്യാമറമാൻസാണ്. സോ അടിപൊളിയാണ് കേട്ടോ. നല്ല സപ്പോർട്ടായിട്ടുള്ള ഒരു അടിപൊളി ക്യാമറമാൻസാണ്. സോ ഫോട്ടോസൊന്നും രക്ഷയില്ല, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവരെനിക്ക് വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ചെയ്ത് തരാണ് കേട്ടോ. ഞാനാണ് കേട്ടോ ഹാളിൽ ഫസ്റ്റായിട്ട് വന്നത്, വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് തീമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ബ്ലാക്കൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല റഷായിരുന്നു കേട്ടോ. പിന്നെ ഇതിലൊരു കുറവുള്ളത് ഉപ്പാടെ കുറവാണ്. ഉപ്പല്ലാത്ത നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരായിട്ടും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡ് എടുക്കുക കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ബ്രൈഡ് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരെയും കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല രീതിക്ക് തന്നെ എൻട്രി ഒക്കെ ചെയ്തു. ഇതാണ് എൻ്റെ ഷംന. സോ ആൾ ഭയങ്കര ആക്റ്റീവാണ് കല്യാണത്തിന്. അങ്ങനത്തെ അവളെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ കുറച്ച് പേരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വേറെ ആരുമല്ല, ഡ്രസ്സ് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഹസ്ബൻഡ് വീട്ടിലത്തോരെ. അങ്ങനെ അവരെയും വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് നാളെ ഡ്രസ്സ് ഇന്ന് നമുക്ക് കൊണ്ടുവന്ന് തരും. ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. കുറേ സ്ഥലത്തൊന്നും അങ്ങനെയല്ല. അങ്ങനെ എന്താ ഡ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരത്തിന് ശേഷം അവർ വന്നിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ എൻ്റെ ഡ്രസ്സ്. കാരണം 2 ആൾക്കാരൊക്കെ പിടിച്ചിട്ടാണ് വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് തന്നെ താങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഡ്രസ്സ്. അങ്ങനെ അവരൊക്കെ വന്നു, അവർക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തു. കുറച്ച് നേരം സംസാരിച്ചിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വ്ളോഗ് എന്തായാലും വെഡിങ് വ്ളോഗൊക്കെ ആയിരിക്കും. അപ്പോൾ ആരും കാണാൻ മറക്കരുത്. സോ ബൈ.